നമസ്കാരം. യുക്രൈൻ യുദ്ധഭൂമിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ലോക ശ്രദ്ധ നേടിയ മാർട്ട്ലെറ്റ് മിസൈലുകൾ ഇനി ഇന്ത്യൻ പ്രതിരോധ നിരയുടെ ഭാഗമാകാൻ പോകുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. യുകെയിൽ നിന്ന് കൂടുതൽ മാർട്ട്ലെറ്റ് മൾട്ടി റോൾ ലൈറ്റ് വെയ്റ്റ് മിസൈലുകൾ വാങ്ങാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കിയിരിക്കുകയാണ്. യുകെയും യുക്രൈനും കഴിഞ്ഞാൽ ഈ അത്യാധുനിക മിസൈൽ സംവിധാനം ഏറ്റവും കൂടുതൽ കൈവശം വെക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് മാർട്ട്ലെറ്റ് മിസൈലുകളുടെ പ്രത്യേകത? എന്തുകൊണ്ട് ഇന്ത്യ ഈ ഘട്ടത്തിൽ ഈ നീക്കത്തിന് മുതിരുന്നു? വിശദമായി നമുക്ക് പരിശോധിക്കാം. ഫ്രഞ്ച് കമ്പനിയായ താലസിന്റെ ബെൽഫാസ്റ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത ലൈറ്റ് വെയ്റ്റ് മൾട്ടിറോൾ മിസൈലാണ് മാർട്ട്ലെറ്റ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഒരുപോലെ തൊടുത്തുവിടാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലേസർ ബീം റൈഡിംഗ് മാർഗനിർദ്ദേശ സംവിധാനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ശത്രുക്കളുടെ ജാമിംഗ് സംവിധാനങ്ങളെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കാൻ ഇവയ്ക്ക് കഴിയും. ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, മറ്റ് ചെറിയ ആകാശ ഭീഷണികൾ എന്നിവയെ തകർക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും തകർക്കാൻ യുക്രൈൻ സൈന്യം മാർട്ട്ലെറ്റ് മിസൈലുകൾ വിജയകരമായി ഉപയോഗിച്ചതോടെയാണ് ഇവ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇന്ത്യൻ നാവികസേനയ്ക്കും കരസേനയ്ക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ സംഭരണം ആസൂത്രണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ നാവികസേനയുടെ ALH ധ്രുവ്, ALH രുദ്ര തുടങ്ങിയ ഹെലികോപ്റ്ററുകളിൽ ഈ മിസൈലുകൾ ഘടിപ്പിക്കാൻ സാധിക്കും എന്നാണ് സൂചന. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ആക്രമണങ്ങൾ, ശത്രുക്കളുടെ ചെറു ബോട്ടുകളുടെ ഭീഷണി എന്നിവ ചെറുക്കാൻ ഇവ നാവികസേനയെ സഹായിക്കും. കുറഞ്ഞ ഭാരവും ഉയർന്ന കൃത്യതയും ഉള്ളതുകൊണ്ട് തന്നെ വേഗത്തിൽ നീങ്ങുന്ന ഭീഷണികൾക്കെതിരെ അടിയന്തരമായി പ്രതികരിക്കാൻ മാർട്ട്ലെറ്റ് മിസൈലുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് തന്ത്രപ്രധാനമായ നിർണായക മേഖലകളിൽ ഇവ വിന്യസിക്കാൻ ഇന്ത്യ താൽപ്പര്യം കാണിക്കുന്നത്. ഇന്ത്യയും യുകെയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാകുന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ നീക്കം. യുകെയിൽ നിന്ന് ഈ മിസൈലുകൾ നേരിട്ട് വാങ്ങുന്നതോടൊപ്പം ഭാവിയിൽ ഇവയുടെ ചില ഘടകങ്ങളോ അറ്റകുറ്റപ്പണികളോ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തദ്ദേശീയ നിർമ്മാണത്തിന് മുൻഗണന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര സുരക്ഷാ ആവശ്യങ്ങൾ മുൻനിർത്തി അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ വിദേശത്തു നിന്നും വേഗത്തിൽ ലഭ്യമാക്കുക എന്ന തന്ത്രപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ സംഭരണം. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കുന്നതിൽ മാർട്ട്ലെറ്റ് മിസൈലുകൾ പ്രധാന പങ്കുവഹിക്കും. യുക്രൈന് ശേഷം ഈ മിസൈൽ സാങ്കേതിക വിദ്യ വലിയ അളവിൽ സ്വന്തമാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും നയതന്ത്ര സ്വാധീനവും ഒരുപോലെ വർദ്ധിപ്പിക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.